ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ആട്ടോ. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായി, എന്നാലും ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എവിടെ പോകാൻ റെഡിയാണെന്ന് അറിയാം, അമ്പലത്തിലേക്കാണ്. അപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോകാൻ കുളിച്ച് റെഡിയായി. ഇതാ കുപ്പിവെള്ളം ഇട്ട് കമ്മലൊക്കെ ഇട്ട് ഇതുപോലെ റെഡിയായിട്ട് പോകട്ടെ. ഇത് അമ്മേൻ്റെ പഴയ ഒരു സാരിയാണ്. ഈ ബ്ലൗസ് ഞാൻ പുതിയതായിട്ട് മേടിച്ചതാട്ടോ. അങ്ങനെ നേരെ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നിന്നാ ഞാൻ എൻ്റെ പിറന്നാളായതുകൊണ്ട് ഞാൻ പുഷ്പാഞ്ജലി കഴിപ്പിക്കോട്ടെ ചെയ്യുന്നത്. ശരിക്കും നാളെന്നല്ല, ഡേറ്റ് മാത്രമാണ്. അപ്പോൾ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പിന്നെ നേരെ തൊഴാൻ പോയി. വീടിനടുത്ത് തന്നെയുള്ളൊരു ശിവക്ഷേത്രം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിവക്ഷേത്രത്തിൽ പോകാനാണ്. എല്ലാ ദൈവങ്ങളും ഇഷ്ടമാണ്, എന്നാലും ശിവക്ഷേത്രത്തിൽ പോകാൻ പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ ശിവക്ഷേത്രത്തിലേക്ക് എത്തി. പിന്നെ അവിടുന്ന് തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുഷ്പാഞ്ജലി എല്ലാം കഴിപ്പിച്ചിരുന്നത് നെറ്റിയിലും അതൊക്കെ തൊട്ടു. പിന്നെ ഇത് കുറച്ചൊരു പഴയ അമ്പലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. തിങ്കളാഴ്ചയാണ് ഇവിടെ പ്രാധാന്യം എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ തിങ്കളാഴ്ച ഒന്നല്ല വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ചന്ദനമൊക്കെ വാങ്ങിച്ചു. ഇതാണ് പുഷ്പാഞ്ജലീൻ്റെ പ്രസാദം എന്ന് പറയുന്നത്. പിന്നെ അത് ഞാൻ നെറ്റിയിലും തൊട്ടു. അതുപോലെ തന്നെ 2 പൂവ് എടുത്ത് തലയിലും വെച്ചു. പിന്നെ നേരെ നമ്മൾ പോയത് ബേക്കറിയിലേക്കാട്ടോ. നമ്മൾ ചായക്കടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ബേക്കറിയിലേക്ക് പോയത്. ബട്ട് അവിടെ എത്തിയപ്പോഴാണ് ആ സർപ്രൈസ് ഞാൻ അറിയുന്നത്. നമ്മൾ എനിക്കൊരു ബർത്ത്ഡേ കേക്ക് മേടിച്ചിരുന്നുണ്ട്. അവളെ കയ്യിൽ ഈ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അത് വെച്ച് അവരൊരു കുഞ്ഞ് ബർത്ത്ഡേ കേക്ക് എനിക്ക് മേടിച്ചു തന്നു കേട്ടോ. ആ കുഞ്ഞ് ബർത്ത്ഡേ കേക്കിൽ അവളതായിട്ടുള്ള ഡെക്കറേഷൻ അവൾ ചെയ്തു. 5 സ്റ്റാറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവളൊരു വലിയ ഡയലോഗ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പോക്കറ്റ് മണി കൊണ്ട് മേടിച്ചു കൊടുത്ത ബർത്ത്ഡേ കേക്കാണെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഡയലോഗ് കേട്ടോ. ആ ഡയലോഗെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ ചെയ്യുന്നത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഫസ്റ്റ് കുഞ്ഞ് വരുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞു കരച്ചിലും വിളിച്ചിലൊക്കെയാണ്. പിന്നെ ആദ്യം പോയി കുഞ്ഞിനൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു. അതറിഞ്ഞില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞാലാണ് അറിഞ്ഞത് പുള്ളിക്കാരത്തിനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ എൻ്റെ വായിലൊക്കെ വെച്ച് തന്നു. പിന്നെ നമ്മളെല്ലാവരും അത് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. കുഴപ്പമില്ല, എന്നാലും ആ ഒരു എമൗണ്ടിന് കുഴപ്പമില്ലായിരുന്നു കേക്ക്. അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. ചെറിയൊരു കേക്കാണ്, ഇതിൽ കാണുന്ന അത്രയൊന്നും വലിപ്പില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.